നമസ്കാരം. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒളിമ്പിക് റിവ്യൂവിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം രണ്ട് പ്രമുഖരായ അതിഥികൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ജോറിസ്, ആർച്ചറിയുടെ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഫീൽഡിൽ അറിയപ്പെടുന്ന ഒരു മത്സരം നിയന്ത്രിക്കുന്ന റഫറിയാണ് ഡോക്ടർ ജോറിസ്. സ്വാഗതം ഡോക്ടർ ജോറിസ് സാർ. നമസ്കാരം. നമസ്കാരം. അതേപോലെ നമ്മോടൊപ്പം ഇന്നലെ നമുക്ക് ബോക്സിങ്ങിനെ കുറിച്ച് വളരെ വിദഗ്ധമായി കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ ഡോക്ടർ രജി സാർ കൂടി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സ്വാഗതം രജി സാർ. നമസ്കാരം. അപ്പോൾ ആദ്യം ആർച്ചറിയിലേക്ക് പോകാം. ആർച്ചറിയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഒരു സമയത്താണ് ഡോക്ടർ ജോറിസുമായിട്ട് ഇന്ന് എന്തായാലും സംവദിക്കാൻ ഒരു അവസരം കിട്ടിയത്. സാർ, ആർച്ചറിയിൽ പൊതുവെ നമ്മൾ ഒരുപാട് പ്രതീക്ഷ പുലർത്തി. നമുക്ക് മെഡൽ നേടും എന്നൊരു സ്റ്റേജ് വരെ നമുക്ക് എത്തി. നമ്മുടെ 4 താരങ്ങൾ, തരുൺ ദബീറായും തനുദാസും പ്രവീൺ ജാദവും ദീപിക കുമാരിയും ഒക്കെ നമുക്ക് വളരെയധികം പ്രതീക്ഷകൾ തന്ന താരങ്ങളാണ്. എങ്ങനെ കാണുന്നു സാർ ആർച്ചറിയിൽ ഇന്ത്യയുടെ പ്രകടനം? ഇവരുടെയൊക്കെ ഒരു പ്രകടനം കൂടി ഒന്ന് വിലയിരുത്തണം സാർ. ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് ആർച്ചറിയുടെ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം ഇത്തവണ നിരാശാജനകമാണെന്ന് തന്നെ പറയേണ്ടി. കാരണം ഇവരാരും കഴിവില്ലാത്ത താരങ്ങളല്ല. കാരണം ദീപികമാരി വേൾഡ് നമ്പർ 1 ആണ്, തനുദാസ് വേൾഡ് നമ്പർ 9 ആണ്, നമ്മുടെ ടീം മെൻ ടീം വേൾഡ് നമ്പർ 8 ആണ്, മിക്സ് ടീം വേൾഡ് നമ്പർ 7 ആണ്. അപ്പോ അങ്ങനെ ഇവര് മെഡൽ നേടാൻ സാധ്യതയില്ലാത്ത കളിക്കാരല്ല, മെഡൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കളിക്കാർ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഇത് ടാർഗറ്റ് സ്പോർട്സ് ആണ്. ഇവര് ഇപ്പം ഒരു വേൾഡ് കപ്പിന് പോയാലോ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോയാലോ ഒരുപക്ഷെ ഇവിടുന്ന് ഒരു മീഡിയ അറ്റൻഷൻ ഒന്നും കിട്ടാതെ അവർ പോകുന്നു. അവര് ഫ്രീ മൈൻഡോടെ കളി എൻജോയ് ചെയ്ത് കളിക്കുന്നു. അവര് വേൾഡ് കപ്പ് വേൾഡ് ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ മെഡൽ വരും. പക്ഷെ ഒളിമ്പിക്സ് വരുമ്പോഴേക്കും അവരുടെ മൈൻഡ് ആകെ ഒരു ബ്ലോക്ക് ആവും. അതാ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. അത് കാരണമല്ല, നമുക്ക് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരു ഇവന്റ് തോറ്റ് കഴിയുമ്പോഴേക്ക് ഇതാണ് കാരണം എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് പറയുന്നത് ശരിയല്ല. എന്നാലും അതൊരു കാരണം തന്നെയാണെന്നാണ് എന്റെ ഒരു നിഗമനം. ജോറി സാറേ, ഞാനൊരു കാര്യം കൂടി ചോദിച്ചു. ചില സമയങ്ങൾ ആർച്ചറി മത്സരങ്ങൾ നമ്മൾ വീക്ഷിച്ചപ്പോൾ ഇവരുടെയൊക്കെ ശരിക്കും അമ്പെയ്ത്ത് കണ്ട് നമ്മൾ തന്നെ അതിശയിച്ചു പോകുന്ന ചില സമയങ്ങളുണ്ടായിരുന്നു. എല്ലാം ഫുൾ ടണ്ണിൽ കലാശിക്കുന്ന ചില ദിവസങ്ങൾ, ചില മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ജോറി സാറ് പറഞ്ഞതിൻ്റെ അടിവരയിട്ടുകൊണ്ട് തന്നെ പറയട്ടെ, ഇവർക്ക് ഒന്നും പ്രാഗൽഭ്യത്തിനോ അവരുടെ പ്രകടനത്തിനോ ഒന്നും കുറവില്ല. പക്ഷേ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്തോ ലാക്കിംഗ് സംവെയർ, അതാണ് ശരിക്കും പറയുന്നത്. എനിക്ക് തോന്നുന്നു കാണികളില്ലാത്തത് ഒരു പക്ഷേ ഒരു പ്രശ്നമാണോ സാർ? ഇല്ല, കാണികളില്ലാത്ത ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. കാരണം കാണികളില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാണികളുണ്ടെങ്കിൽ അത് ഒരു ഹോസ്റ്റ് ടീമിനാണ് അഡ്വാൻറ്റേജ് വരിക. കാരണം ജപ്പാൻ മാതിരിയുള്ള സ്ഥലങ്ങളിൽ അവര് ഹോസ്റ്റ് ടീമിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ കാണികളില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ടീമിന്റെ ഒപ്പം ഒരു മെന്റൽ ട്രെയിനർ ഉണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓൺ പേപ്പറും ഓൺ ഗ്രൗണ്ട് റിയാലിറ്റി അത് വർക്ക് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ഇല്ല, പലപ്പോഴും ഈ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ പലതും ഈ ആർച്ചറി ഷൂട്ടിങ്ങിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ലിറ്റിൽ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെയധികം വില കൊടുക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിട്ട് ജോറി സാറിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. പക്ഷെ അവിടെ ഒരു വെതർ വളരെ ഒരു ചേഞ്ചിങ് വെതറായിരുന്നു. കാരണം ഇന്നലെ ഒരു ഭയങ്കര വിൻഡി കണ്ടീഷനിലായിരുന്നു. അതുകൊണ്ട് എല്ലാ മത്സരങ്ങളും ഇന്നലെ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്കോറുകളൊക്കെ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു നല്ലൊരു കാം കണ്ടീഷൻ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും സ്കോർ നന്നായിട്ട് കൂടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് അത് ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് എല്ലാവരും എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു കാരണം തന്നെയാണ്. സാർ, ഇനി എന്താണ് സാറിന്റെ ആർച്ചറി ടീമിനുള്ള പ്രതീക്ഷ? ആർച്ചറി ടീമിന്റെ പ്രതീക്ഷകളെല്ലാം ഇപ്പൊ ഒളിമ്പിക്സ് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അടുത്ത കോമ്പറ്റീഷൻ വരുന്നത് സെപ്റ്റംബറിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്.
വേൾഡ് ചാമ്പ്യൻഷിപ്പ് USA ബ്ലാങ്ടണില്. അപ്പോ ഇതിനൊരു വേറൊരു ഇത് കൊടുക്കാം. അപ്പൊ അതിന്റെ സെലക്ഷൻ ട്രയൽസ് ആണ് ഈ 5ഉം 6ഉം തീയതികളിലൊക്കെ വരാൻ പോകുന്നത്. ഇനി അവസാനമായി ഒരു പ്രധാന ചോദ്യം, അഥാനു ദാസ്. നമുക്കെല്ലാം വളരെയധികം സാർപ്പ് അല്പം മുമ്പ് പറഞ്ഞതാണ് അഥാനു ദാസിന്റെ പ്രകടനം. ഇന്നത്തെ അഥാനു ദാസിന്റെ മത്സരത്തെ കൂടി സാർ ഒന്ന് വിലയിരുത്തണം. ഇന്നത്തെ അഥാനു ദാസിന്റെ പ്രകടനം ശരിക്കും ഒരു നല്ലൊരു പ്രകടനമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശരിയാണ്, ഇപ്പോ തോറ്റ ഫുറുക്കാവ എന്ന് പറഞ്ഞൊരു ആർച്ചറിനോട്, ഒരു ജപ്പാനീസ് ആർച്ചറിനോടാണ് അഥാനു ദാസ് 6 നൽകി തോറ്റത്. പക്ഷെ ഫുറുക്കാവ എന്ന് പറഞ്ഞ 2012 സിൽവർ മെഡലിസ്റ്റ് ആണ്. അദ്ദേഹം ഇപ്പൊ അത് പരിചയമുള്ള കളിക്കാരനാണ്. പിന്നെ അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി, അവിടുത്തെ ഒരു കളിച്ചതിന്റെ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ശരിക്കും നമുക്ക് ആ കളിയിലെ ഒരു 2 ഓപ്പണിങ് അഥാനു ദാസിന് കിട്ടിയതാണ്. നമുക്കത് മുതലാക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും സ്കോർ വൈസ് നോക്കുമ്പോഴും അഥാനു ദാസിന്റെ സ്കോർ മോശമാണെന്ന് പറയാൻ പറ്റും. എന്തായാലും അഥാനു ദാസ് പ്രതീക്ഷയ്ക്ക് ഉയർന്നു എന്ന് തന്നെയാണ് സാറിന്റെ അഭിപ്രായം അല്ലേ? അതായത് നമ്മൾ ആർച്ചറിയില് നമ്മൾ ക്വാർട്ടറിൽ എത്തിയേക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്തവണ ദീപിക കുമാരി ക്വാർട്ടറിൽ എത്തിയേക്കുന്നത്. ഇതുവരെ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ആർച്ചേഴ്സ് പോലും ഇന്ത്യയുടെ ആർച്ചേഴ്സ് ക്വാർട്ടറിൽ എത്തിയിട്ടില്ല. കാരണം നമ്മളിപ്പം പണ്ടത്തെ കാലം മുതൽ പറയുകയാണെങ്കിൽ പോലും 1992 ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുകയാണെങ്കിൽ ലിംബാറാമിന് മെഡൽ കിട്ടും എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലും നമ്മൾ ക്വാർട്ടറിന്റെ അപ്പുറം പോയിട്ടില്ല. അപ്പൊ ഇത്തവണ ക്വാർട്ടറിൽ എത്തി ദീപിക കുമാരി. അഥാനു ദാസ് പ്രീ ക്വാർട്ടറിൽ എത്തി. പ്രീ ക്വാർട്ടർ തൊട്ട് ഫൈനൽ വരെ ഈ പറയുന്ന ആർച്ചേഴ്സ് തമ്മിൽ ഒരു വ്യത്യാസം പോലും ഇല്ല. ചെറിയ ഒരു മാർജിൻ മാത്രമേ ഉള്ളൂ. അതാത് ദിവസത്തെ പെർഫോമൻസിലാണ് ജയിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾ കൊറിയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ മെൻസ് സെഷനിൽ കണ്ടു കൊറിയക്കാര് ടോപ്പ് 3 പോലും ഇല്ല. അപ്പോ ഇത് നമ്മള് ഈ പ്രീ ക്വാർട്ടർ ഫൈനൽ മുതൽ വരുമ്പോ തൊട്ട് എന്താന്ന് വെച്ചാല് അതൊരു നമ്മള് ഈ ടീമുകൾ തമ്മിൽ ടീമുകളല്ല ആർച്ചേഴ്സ് തമ്മിൽ ഒരു ചെറിയ മാർജിൻ മാത്രമേ ഉള്ളൂ. അവരുടെ ഡേയ്സിലെ പ്രകടനം അനുസരിച്ചാണ് അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഒരു ബാഡ് ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരു ബാഡ് ലക്ക് അല്ല. നമുക്ക് കുറച്ചുകൂടി പെർഫോം ചെയ്യാൻ ഓപ്പണിംഗ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ അത് മുതലെടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെ പറയും. അവസാനമായി ഇന്ത്യയുടെ ആർച്ചറിയിലുള്ള ഭാവി, ഈ ടീമിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കൂടി പറയണം. ഇത്തവണ നമുക്ക് ഒരു പുതിയൊരു കണ്ടുപിടുത്തം ഉണ്ടായത് പ്രവീൺ ജാദവ് എന്ന് പറഞ്ഞൊരു ആർച്ചർ. അദ്ദേഹം ഒരു 3 ഇന്റർനാഷണൽ കളികളെ കളിച്ചിട്ടുള്ളൂ. എന്നാലും ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും നല്ല റാങ്കിങ്ങിൽ വന്ന പ്രവീൺ ജാദവ് ആണ്. അതുപോലെ ടീം ഇവന്റിലും മിക്സ് ടീമിലും വളരെ നന്നായി അദ്ദേഹം കളിക്കുകയും ചെയ്തു. അത് എന്തോ നിർഭാഗ്യം കൊണ്ട് നമ്മൾ ആ കളി തോൽക്കുകയും ചെയ്തു. അത് കുറെ കളിക്കാരുടെ അന്നത്തെ ദിവസത്തെ പ്രകടനം മോശമായതുകൊണ്ടാണ് നമ്മളന്ന് തോക്കാൻ സാഹചര്യം. അപ്പൊ പ്രവീൺ ജാദവാണ് ഇത്തവണത്തെ ഒളിമ്പിക്സിന്റെ നമ്മുടെ ഇന്ത്യൻ ആർച്ചറിയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. പക്ഷെ ഈ കളിക്കാരില് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യത്തെ പ്രതീക്ഷിക്കരുതെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ ആർച്ചറി മാത്രമല്ല, ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഒരു ടാർഗറ്റ് ഗെയിംസില് ഈ കളിക്കാരുടെ ഒരു മൈൻഡ് ഫ്രീ ആക്കുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല രാജ്യക്കാരും നമ്മളിപ്പോ ഇവന്റ് കളിക്കാൻ വരുന്നത് ജസ്റ്റ് ഇത് വേറൊരു ഇവന്റ് എന്നുള്ള രീതിയിലാണ് വന്ന് കളിക്കുന്നത്. നമുക്ക് മാത്രം ഇത് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന നമ്മുടെ കളിക്കാർക്ക് ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റില്ല. ഈ കളി എൻജോയ് ചെയ്ത് കളിച്ചാലാണ് ആ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്തായാലും റിസർ അത് തന്നെ ആകട്ടെ, ആർച്ചറിയുടെ ഇനി നമ്മുടെ ഭാവി ഒരുപാട് താരങ്ങൾ എന്തായാലും വളർന്നു വരുന്ന ഒരു ഫീൽഡാണ് ആർച്ചറി. ഇപ്പോൾ പ്രത്യേകിച്ച് പണ്ട് നമ്മൾ ജോർജ് സാറ് പറഞ്ഞത് തന്നെ നമ്മൾ എടുത്തു പറയുകയാണ്. പണ്ട് ലിംബാറാം എന്ന ഒരു പ്രതീക്ഷ മാത്രമുള്ളിടത്ത് ഇന്ന് ഒട്ടനവധി ആർച്ചേഴ്സിൻ്റെ പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും വളരെ ഗൗരവമായി പറഞ്ഞു തന്നതിനും ടീമിനെ വിലയിരുത്തിയതിനും വളരെയധികം നന്ദി ഡോക്ടർ ജോറി സാർ. ഇനിയും സാറിൻ്റെ സേവനം ഞങ്ങൾക്ക് വേണ്ടി വരും. തീർച്ചയായും ഞങ്ങൾ വിളിക്കും. വളരെയധികം നന്ദി. താങ്ക് യു സാർ. താങ്ക് യു സാർ. അപ്പോൾ റജി സാർ, ബോക്സിങ്ങിലേക്ക് പോവാം. സാർ, ആദ്യം പൂജ റാണിയുടെ പ്രകടനത്തെ സാറ് തന്നെ വിലയിരുത്തണം. പൂജ റാണി എല്ലാവർക്കും ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. ബോക്സിംഗിൽ ഒരു മെഡൽ സ്റ്റേജിലേക്ക് എത്തുന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പൂജ റാണി.
അതിനുള്ള കാലിബർ ഉള്ള ഒരു കുട്ടിയായിരുന്നു പൂജ റാണി. ബട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവൽ വാസ് വെരി ലോ. in the first round മുതലേ she was lacking. ഫസ്റ്റ് റൗണ്ട് മുതൽ സ്കോർ വാസ് ഗോയിങ് ലോ. അത് 3 റൗണ്ടിലും സ്കോർ ലെവൽ വാസ് ഗോയിങ് താന്നുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. Second and the third round, it was almost Chinese boxer was dominating. ഒളിമ്പിക് ക്വാളിഫയറിൽ കണ്ട ഒരു ബൗട്ട് ഒരു എനർജി ലെവൽ ഒന്നും ഇത് കണ്ടില്ല. ഇതൊരു ഒളിമ്പിക് ലെവൽ ബോക്സിംഗ് പല ബോക്സർമാരിലും കണ്ടിട്ടില്ല ഒരു ലെവൽ. നമുക്ക് അതുപോലെ തന്നെ ഇന്നലെ രജി സാർ പറഞ്ഞ ഒരു കാര്യം നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അമിത് പങ്കലിൻ്റെ കാര്യം. പക്ഷേ ഇന്ന് രാവിലെ ഒന്നാം മത്സരത്തിൽ തന്നെ, അതായത് അദ്ദേഹത്തിന് വൈകിട്ട് പ്രീ ക്വാർട്ടറിലാണ് അദ്ദേഹം മത്സരിച്ചത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് മുകളിലേക്ക് വരാൻ സാധിച്ചില്ല. കൊളംബിയയുടെ മാർട്ടിനസ് അദ്ദേഹത്തെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു. എങ്ങനെ കാണുന്നു സാർ ആ മത്സരത്തെ? എപ്പോഴും നമ്മള് ഈ അമിത് പങ്കലിന്റെ കാര്യം ഈസ് ഓൾവേസ് അൺപ്രെഡിക്റ്റബിൾ. എപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അമിത് പങ്കൽ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി വേൾഡ് നമ്പർ 1 വരെ എത്തിയതാണ്. വേൾഡ് നമ്പർ 1 ആണ് അമിത് പങ്കൽ. അമിത് പങ്കൽ ക്വാർട്ടർ ഫൈനൽസിൽ ഔട്ട് ആവുന്ന ആർക്കും ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. എന്താ പറയാ, ബാഡ് ലക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു ഒളിമ്പ്യൻ ബോക്സറുടെ പെർഫോമൻസ് ഒന്നും ഇന്ന് അവിടെ കണ്ടില്ല. ഫ്രം ദ വെരി ഫസ്റ്റ് ബൗട്ട് ഇറ്റ് വാസ് ഗോയിങ് ഡൗൺ. അവരുടെ കോൺഫിഡൻസ് ലെവൽ ആണ് മെയിൻലി സംതിങ് എന്തോ ഒരു ലാക്കിംഗ് ആണ്. ദ ബോക്സേഴ്സിൽ മെയിൻലി സംതിങ് ഇസ് ലാക്കിംഗ് ദർ. അത് വളരെ വളരെ സ്പഷ്ടമാണ്. കുറച്ച് കംപ്ലൈൻസും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഫ്രം ദ ഡെയിലീസ്. നമുക്ക് വായിക്കാൻ സാധിച്ചു ഫിസിയോടെ സേവനമില്ല, ഡോക്ടേഴ്സ് ഓൺ ടീം ഡോക്ടറും ഇസ് നോട്ട് അവൈലബിൾ ദർ. ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ സാങ്കേതികപരമായ കുറെ വിഷയങ്ങളല്ലേ, ശരിക്കും ഡോക്ടർ ഇല്ല എന്ന് പറയുന്നത്? സാങ്കേതിക ഇതെല്ലാം ഒരു ബോക്സറുടെ മൊറലിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. End of the day, the performance of the boxer in the ring, ആ 10 മിനിറ്റ് in the റിങ്ങിന്റെ അകത്തുള്ള ആ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടിയാണല്ലോ എല്ലാ പ്രിപ്പറേഷൻസ് വരുന്നത്. അവിടെ അവരുടെ ചെറിയ ഫീച്ചേഴ്സും എല്ലാം ബാധിക്കും അവരുടെ ഫൈറ്റില്. അതൊക്കെ പ്രകടമാണ് ഇപ്പൊ ഇന്നത്തെ ഈ ഒളിമ്പിക് ബോക്സിംഗില്. 9 പേരാണ് ക്വാളിഫൈ ചെയ്തിരുന്നത്. 9 പേര് നമ്മുടെ വലിയ ടീം. അതെ, നമ്മുടെ ഒരു വലിയ ടീമായിരുന്നു ക്വാളിഫൈ ചെയ്തത്. അതെ. സാർ, ഇനി നാളെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. സൂപ്പർ ഹെവിയിൽ നമ്മുടെ സതീഷ് കുമാർ. എങ്ങനെ കാണുന്നു ആ മത്സരത്തെ? സതീഷ് കുമാറിന്റെ സ്ഥിതിയും the report which are getting us, സതീഷ് കുമാർ is also injured. അത് നാളെ രാവിലെ അറിയാം whether he will be qualified to box. രാവിലെ മെഡിക്കൽ he can go for the boxing. അത് രാവിലെ അറിയാൻ പറ്റുള്ളൂ. വന്നാല് തന്നെ it will be a tough bout. But things are better for ലവ്ലീന. നമ്മൾ ഇന്നലെ സംസാരിച്ചതാ ലവ്ലീനയുടെ ചാൻസ് അല്ലേ? എനിക്ക് തോന്നുന്നു ലവ്ലീന കുറച്ചുകൂടെ ആക്റ്റീവാണ്, കുറച്ചുകൂടെ കാര്യഗൗരവത്തോടു കൂടി മത്സരത്തെ കാണുന്നു, കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് മത്സരത്തെ നേരിടുന്ന ഒരു താരമാണ് ലവ്ലീന. അത് തീർച്ചയായും ആ ബൗട്ടിൽ നമുക്ക് കാണാനും പറ്റുന്നു. നാളെയും അത് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ, ബോക്സിംഗിന് വേണ്ട അതെ, ബോക്സിംഗ് presence of mind ആണ് വേണ്ടത്. അത് for ലവ്ലീന that presence of mind is there. ബുദ്ധി വേണം, ശക്തി വേണം. അതുകൂടാതെ തന്ത്രങ്ങൾ ചെയ്യാനുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനുള്ള കഴിവും ആ പ്രസൻസ് ഓഫ് മൈൻഡും എതിരാളിയെ എത്രയും പെട്ടെന്ന് എതിരാളികളുടെ സ്ട്രാറ്റജികൾ ഓവർകം ചെയ്യാനുള്ള കഴിവും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ വിജയം നേടാൻ പറ്റൂ. അതിൽ എവിടെയൊക്കെ ഒരു ലാക്ക് വരുമ്പോഴാണ് നമ്മൾ അടിയറ വയ്ക്കുന്നത്. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രജി സാർ ടോട്ടലായിട്ട് പറയൂ സാർ. hopefully
നമുക്ക് ഈ ബ്രോൺസ് എന്നുള്ള ഇന്നിപ്പം ഒളിമ്പിക്സിൽ നമുക്ക് വിജേന്ദറിന്റെ ഒരു ബ്രോൺസും മേരികോമിന്റെ ഒരു ബ്രോൺസും ആണ്. ഇതില് ഇപ്പൊ നമുക്ക് അതൊന്ന് മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ഒരു സാധ്യത കാണുന്നുണ്ട് ലവ്ലീനോട്. എന്നാലും സതീഷിന്റെയും നമ്മൾ പ്രതീക്ഷ കളയുന്നില്ല. For the positive things to lack. And if he is fit, he can box tomorrow. അതല്ലേ അല്ലേ സർ? അതെ 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 അതെ. അപ്പോൾ ശരിക്കും ഇന്ത്യയിൽ ഒരുപാട് ബോക്സേഴ്സ് വളർന്നു വരുന്നുണ്ട്. അതിനൊക്കെ നമുക്കിവിടെ മേരികോമും ലവ്ലിനയും അതുപോലുള്ള സതീഷും ആശീഷും ഒക്കെ പ്രചോദനം നൽകുന്ന ഒരു കാലമാണിപ്പോൾ. അങ്ങനെ തന്നെ ആകട്ടെ. വളരെയധികം നന്ദി റജി സാർ. ഈ ബോക്സിങ്ങിനെ കുറിച്ച് വളരെ വിദഗ്ധമായി നമുക്ക് സംവദിച്ചതിനും ഒപ്പം തന്നെ നാളത്തെ സതീഷിൻ്റെ കാര്യം ഒന്ന് വെളിപ്പെടുത്തിയതിനും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് സർ. കമാൽജി, വെൽക്കം. Yes, welcome, Srikumar ji. Not a happy welcome. അത് അല്ലല്ലോ, ഇപ്പം നമുക്ക് ഹാപ്പി ആവാൻ പറ്റില്ലല്ലോ. ഒന്ന് നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമയത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിപ്പോൾ, അല്ലേ? അതെ, ഏറ്റവും ദുഃഖകരമായ വാർത്ത, സിന്ധു തോറ്റിരിക്കുന്നു. നമ്മള് എന്തെന്ന് പറഞ്ഞാലും നമ്മള് വലിയ ഒരു മെഡൽ പ്രതീക്ഷ, അതായത് സ്വർണം തന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ സിന്ധുവിന്റെ പ്രകടനമൊക്കെ കണ്ടപ്പോൾ അതിമനോഹരമായിട്ടായിരുന്നു യമഗൂച്ചിക്കെതിരെ ഇന്നലത്തെ പെർഫോമൻസ്. പക്ഷെ ഇന്ന് ശ്രീകുമാർജി ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അട്ടർലി ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ഞാൻ ആ മത്സരം ആദ്യ സെറ്റ് മൊത്തം കണ്ടു, ആദ്യ ഗെയിം മൊത്തം കണ്ടതാണ്. പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു പോയിന്റ്, അതായത് ആ പോയിന്റ് യമഗൂച്ചിക്കെതിരെ സിന്ധുവിന്റെ വിന്നിംഗ് ഘടകം എന്ന് പറയുന്നത് അറ്റാക്കിംഗ് ആയിരുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ റിയോ ഒളിമ്പിക്സിൽ ഈ രണ്ടു പേര് തായ്സോയും PV സിന്ധുവും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആ മത്സരം ഞാൻ നേരിൽ കണ്ടതാണ്. ആ മത്സരത്തിൽ തായ്സോയെ തോൽപ്പിക്കാനായിട്ട് സിന്ധു ചെയ്ത ഒരു കാര്യം, അന്ന് കോച്ച് ബോബി ചന്ദ് അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും പറഞ്ഞു, അതായത് അറ്റാക്ക് ചെയ്യുക. കാരണം നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സ്, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു മത്സരം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ യമഗൂച്ചി വേഴ്സസ് PV സിന്ധു എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കുക, ഇപ്പൊ യമഗൂച്ചി വൺ ഓഫ് ദ ടോപ്പ് പ്ലെയർ ആണ്, ജപ്പാനിയാണ്, അവർക്കാണ് സാധ്യത എന്ന് പറയുമ്പോൾ, ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ താരങ്ങളുടെ ഒരു മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ബാധിക്കുമ്പോഴാണ് അവർ ആ തുടക്കം മുതൽ തന്നെ അവർ ഒരു താഴ്ന്ന ശിരസ്സുമായിട്ടാണ് ശരിക്കും കളിക്കാനായിട്ട് വരാറ്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ യമഗൂച്ചിക്കെതിരെ സിന്ധു ചെയ്ത ഒരു കാര്യം ആദ്യ സെറ്റ് നമ്മൾ കണ്ടു, ആദ്യ ഗെയിം നമ്മൾ കണ്ടു. രണ്ടാം ഗെയിമിൽ ഒരു ഘട്ടത്തിൽ വളരെ 18 പോയിന്റുമായിട്ട് യമഗൂച്ചി മുന്നിൽ വന്നപ്പോൾ നമ്മളൊക്കെ സംശയിച്ചു, അതോ രണ്ടാം ഗെയിം പോവുകയാണോ എന്ന് സംശയം വന്നു. പക്ഷെ സിന്ധു തിരിച്ചു വന്നു. പക്ഷെ ഇന്നത്തെ സിന്ധുവിലേക്ക് വന്നാൽ ആദ്യ ഗെയിം ശ്രീകുമാർജി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ മോശം പ്രകടനമായിരുന്നു. എന്ത് പറ്റി സിന്ധുവിന്? അതായത് ഒന്ന് സമ്മർദ്ദം, അതായത് വലിയ സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ഒളിമ്പിക്സിലൊക്കെ ഇതേ സമ്മർദ്ദത്തിൽ കളിച്ച് അവസാനം കരോലിന മാരിനോട് മാത്രം തോറ്റ് വെള്ളി നൽകിയ ഒരു താരമാണ്. ഇന്ന് പക്ഷേ 2 ഗെയിമും വെരി ഡിസപ്പോയിന്റഡ് ആണ് ശ്രീകുമാർ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് വളരെ ഒരു സാഡ് ഡേ ആണ് നമ്മളെ സംബന്ധിച്ച്. അല്ല കമൽജി, അവിടെ ഞാൻ ഒന്ന് ഇടപെടട്ടെ. ആദ്യം, അതായത് ഈ സെറ്റ് തുടങ്ങി ഒന്നാം സെറ്റിൻ്റെ ആദ്യം അല്പം ലീഡ് നേടി കളിക്കുന്നു. പിന്നെ 11-11 അവർ ഒരുമിക്കുന്നത്. അതിനുശേഷം അങ്ങോട്ടാണ് സിന്ധുവിൻ്റെ കയ്യിൽ നിന്ന് ഈ കളി പോയത് എന്ന് പറയുന്നതല്ലേ ശരി? അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ 11-11 വരുമ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് സംസാരിക്കാൻ മാത്രമല്ല, നമ്മൾ ഈ മാച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ, കളി ഇങ്ങനെ കണ്ടും റിപ്പോർട്ട് ചെയ്തും ഉള്ള അനുഭവം കൊണ്ട് പറയുന്നത്, ഈ 11-11 നോക്കിക്കഴിഞ്ഞാൽ 12ലേക്ക് തായ്സു വരുന്നത് എങ്ങനെയാണ്? കാരണം അതായത് കുറച്ചുകൂടി ഒരു ലോങ് റാലിയിൽ നിന്നും ആ പോയിന്റ് വരികയാണ്. അതിനുശേഷം നോക്കൂ, അതായത് സിന്ധുവിന്റെ ഒരു ബോഡി ലാംഗ്വേജ് 11-11 ശേഷം പിന്നീട് പെട്ടെന്ന് തായ്സു വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പതിവ് ഇന്ത്യൻ കാഴ്ചകളാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാം ഗെയിമിൽ ഒരു വേള പോലും ഇല്ല. കാരണം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചു ഒന്നാം ഗെയിം പോയി, എന്നാലും രണ്ടാം ഗെയിം, കാരണം എനിക്ക് ഓർമ്മ വന്നത് ആ റിയോ തന്നെയാണ്. കാരണം ഒന്നാം ഗെയിം കരോലിന മാരിൻ നേടുന്നുണ്ട്, ഒന്നാം ഗെയിം കരോലിന മാരിൻ നേടി, രണ്ടാം ഗെയിമിലേക്ക് വരുമ്പോൾ അതിശക്തമായിട്ട് സിന്ധു കളിക്കുന്നു, രണ്ടാം ഗെയിം സിന്ധു നേടുന്നുണ്ട് റിയോ ഫൈനലിൽ. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ കരുതി എന്തായാലും രണ്ടാം ഗെയിം ജയിച്ചതോടുകൂടി സിന്ധുവിന് കോൺഫിഡൻസ് ആയി, മൂന്നാം ഗെയിം നമ്മൾ ജയിക്കും എന്നൊക്കെ കരുതിയെങ്കിൽ മൂന്നാം ഗെയിമിൽ വളരെ അനായാസം കരോലിന നേടുന്നുണ്ട്. അതല്ല അതിന്റെ സത്യം.
അത് കഴിഞ്ഞിട്ട് മത്സരം 2-1 കരോലിന മാരിൻ നേടുന്നു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കരോലിന പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ഹേർട്ട് ബ്രേക്കിംഗ് ആയി പോയത്. കാരണം അവർ ആ 2ാം ഗെയിമിൽ അല്പം പുറകോട്ട് പോയതാണ് ബോധപൂർവം. 2ാം ഗെയിമിൽ താൻ ബോധപൂർവം കുറച്ചുകൂടി ഉഴപ്പി എന്നവർ പറഞ്ഞു. കാരണം അങ്ങനെ അത് പറയാൻ ഒരു കാരണമായിട്ട് അവർ പറഞ്ഞത് 2ാം ഗെയിം സിന്ധു എല്ലാ പവറും ഉപയോഗിച്ച് കളിക്കും. സോ ആ 2ാം ഗെയിമിൽ ആ പവർ ഉപയോഗിക്കുമ്പോൾ 3ാം ഗെയിമിലേക്ക് വരുമ്പോൾ എനിക്ക് കൂടുതൽ, അതായത് അവർ ആ 2ാം ഗെയിമിലായിട്ട് പവറൊക്കെ ഉപയോഗിച്ചു, അതുകൊണ്ട് എനിക്ക് 3ാം ഗെയിം ഈസിയായി നേടാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലിൽ തന്നെയാണ് കുറച്ച് 2ാം ഗെയിമിൽ ഞാൻ പുറകോട്ട് പോയതെന്ന് പറഞ്ഞു കോച്ച് പറഞ്ഞത്. അതുകൊണ്ട് സോ നമുക്കത് കേട്ടപ്പോൾ തോന്നില്ല. കാരണം ഒരു ഓപ്പണന്റ് എത്രമാത്രം മെന്റലി പ്രിപ്പയർഡ് ആണ്. അതായത് ഇപ്പം എതിരാളിയെ പഠിക്കുന്നു, എതിരാളി മെന്റലി പഠിക്കുന്നു, എന്നിട്ട് 2ാം ഗെയിം ഒന്ന് പുറകോട്ട് പോകുന്നു, 3ാം ഗെയിമിൽ മനോഹരമായിട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ശരിക്കും ശക്തമായിട്ട് മെന്റൽ ഹെൽത്തോടു കൂടി, മെന്റൽ എബിലിറ്റിയോട് കൂടി അവർ കളിക്കുമ്പോൾ ഇന്നിപ്പോ തായ്സോ എനിക്ക് തോന്നുന്നു സിന്ധുവിന്റെ എല്ലാ മത്സരങ്ങളും അവർ കണ്ടിട്ടുണ്ട്. അപ്പം നേരത്തെ അവർ പരസ്പരം നടത്തിയ പോരാട്ടങ്ങളിൽ സിന്ധുവിന് കഴിഞ്ഞ ഒളിമ്പിക്സ് ജയിക്കാനായി, വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജയിക്കാനായി, പക്ഷേ മൊത്തം നോക്കുമ്പോൾ 15ഓളം മത്സരങ്ങളിൽ സിന്ധുവിനെ അവർ തോൽപ്പിച്ചിട്ടുണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കി കൊടുത്ത് നല്ല അറ്റാക്കിംഗ് ആയിരുന്നു അവര്. എനിക്ക് തോന്നുന്നു ആ അറ്റാക്കിംഗിലേക്ക് പോവാതെ സിന്ധു ഒരു വേള 1ാം സെറ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 11-11 ശേഷം പിന്നീട് 2ാം ഗെയിമിലേക്ക് നമ്മൾ വരുമ്പോൾ തുടക്കത്തിലേ പാടിയിട്ടുണ്ട്. സോ വെരി വെരി മുരളീധർജി എന്നെ കേൾക്കുന്നുണ്ട്, എന്തായാലും വെരി വെരി ഡിസപ്പോയിന്റിംഗ് ഡേ മുരളീധർജി. അപ്പം നമുക്ക് മുരളി സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ശരിക്കും ബാഡ്മിൻ്റൻ്റെ അഗ്രഗണ്യൻ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന മുരളി സാർ എങ്ങനെ കാണുന്നു സാർ? ആദ്യമേ സ്വാഗതം ഈ പരിപാടിയിലേക്ക്. എങ്ങനെ കാണുന്നു സാർ? നമ്മുടെയൊക്കെ പ്രതീക്ഷ അസ്തമിച്ചു പോയി. ഇന്നലെ കണ്ട കളിയുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തിയാൽ ശരിക്കും ഒരു ആന്റി ക്ലൈമാക്സ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം 4 കോർണർ ഉപയോഗിക്കേണ്ട സിന്ധു പ്രധാനമായും ഉപയോഗിച്ച ഓപ്പണന്റിന്റെ സെന്റർ കോർട്ടായിരുന്നു. ഓപ്പണന്റിന്റെ റാക്കറ്റിലേക്കായിരുന്നു റിട്ടേൺ കൂടുതലും പോയത്. മറ്റൊന്ന്, ഈ സിന്ധുവിൽ നിന്ന് ഇത്രമാത്രം നെഗറ്റീവ് പോയിന്റ്സ് കണ്ട ഒരു കളി, നെഗറ്റീവ് പോയിന്റ്സ് പോയ ഒരു കളി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അത്രമാത്രം നെഗറ്റീവ് പോയിന്റ്സ് ആയിരുന്നു സിന്ധുവിൽ നിന്ന് പോയത്. പ്രത്യേകിച്ച് ക്രൂഷ്യൽ മൊമെന്റിൽ ഈ മുൻപ് കാണിച്ചിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ നിശ്ചയദാർഢ്യം ഇതൊക്കെ സിന്ധുവിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതേസമയം നമ്മൾ ഒട്ടും സായി സിംഗിന്റെ പെർഫോമൻസിനെ വില കുറച്ച് കാണരുത്. കാരണം അവൾ വേൾഡ് നമ്പർ 1 ആണ്, വളരെ കൺസിസ്റ്റന്റ് ആണ്. അവളുടെ അടുത്തുനിന്ന് ഹാർഡ്ലി സിന്ധു ഗോട്ട് എ നെഗറ്റീവ് പോയിന്റ്. അതേസമയം അവൾക്ക് കിട്ടിയത് സിന്ധുവിൽ നിന്ന് കൂടുതലും നെഗറ്റീവ് പോയിന്റ്സ് ആയിരുന്നു. അപ്പൊ അത്രമാത്രം പ്രഷറൈസ് ചെയ്തു ഈ മാച്ചിൽ മുഴുവൻ. അപ്പോ തീർച്ചയായും നമ്മൾ നമ്മുടെ ഓപ്പണന്റിനെ വളരെയധികം പ്രകീർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കളിയിൽ സിന്ധുവിനെ അടിയറവ് പറയിപ്പിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ മാച്ച് അതായിരുന്നു. ഇന്നലെ കണ്ട സിന്ധു അല്ല ഇന്ന്. എന്തുകൊണ്ടോ ഒരു ആത്മവിശ്വാസം അവർ തമ്മിൽ മുമ്പ് കളിച്ചിട്ടുള്ളപ്പോഴൊക്കെ കൂടുതൽ പ്രാവശ്യവും വിജയം ഈ ചൈനീസ് തായ്പേയിലെ കളിക്കാരിക്കായിരുന്നു. അത് ഒരു നെഗറ്റീവ് പോയിന്റ് ആണ് സിന്ധുവിനെ സംബന്ധിച്ചോളം. ആത്മവിശ്വാസം കുറയ്ക്കുന്ന ഒരു കാര്യം. എന്തായാലും ഷീ ഈസ് മച്ച് ബെറ്റർ ദാൻ സിന്ധു ടുഡേ. സാറേ, ഒരു കാര്യം കൂടെ, ഈ നമ്മളിപ്പോൾ കമാൽ ജിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം പറഞ്ഞ അങ്ങനെയാണ് 11-11 തുല്യത പാലിച്ചതിന് ശേഷമുള്ള അൺഫോഴ്സ്ഡ് എറേഴ്സ്. സാർ പറഞ്ഞ അതിനെ ഞാൻ കുറച്ചുകൂടെ ടെക്നിക്കൽ ടേം ഉപയോഗിച്ച് പറയുന്നു എന്നല്ലേ ഉള്ളൂ. അൺഫോഴ്സ്ഡ് എറേഴ്സ് ഇത്രമാത്രം കണ്ട ഒരു സിന്ധുവിനെ നമ്മൾ ഒളിമ്പിക്സിൽ കണ്ടിട്ടില്ല, മറ്റു ഒരു ഫീൽഡിലും കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ ഈ കളി വിലയിരുത്തേണ്ടത്? തീർച്ചയായും ഞാൻ എന്തൊക്കെ പറയാൻ ഉദ്ദേശിച്ചോ അത് വളരെ ഭംഗിയായിട്ട് അവലോകനം നടത്തി ശ്രീ കമൽ വരദൂർ പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം നല്ലൊരു ഒബ്സർവറാണ്. നല്ല ഈ അവലോകന കാര്യത്തിൽ അദ്ദേഹം വളരെ മിടുക്കനുമാണ്. പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞ 11 ഓൾ ആയതിനു ശേഷം ഒരു വ്യത്യസ്തയായ സിന്ധുവിനെയാണ് കോർട്ടിൽ കണ്ടത്. കോർട്ടിൽ കുറച്ചുകൂടെ ഒരു ഫൈറ്റിംഗ് ക്വാളിറ്റി അല്പം കൂടി സിന്ധു കാണിച്ചിരുന്നെങ്കിൽ ചരിത്രം മാറി എഴുതുമായിരുന്നു. കാരണം പ്രത്യേകിച്ച് ആ 18 ഓൾ ആയതിനു ശേഷം 2 പോയിന്റ് പോയതുണ്ടല്ലോ, അത് നമ്മളെ വളരെയേറെ നിരാശപ്പെടുത്തി. അവിടെ ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് നെറ്റിൽ തൊട്ട് സൈഡ് റിട്ടേൺ നെറ്റിൽ തൊട്ട് താഴെ വീണതാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലക്ക് വാസ് ഓൾസോ ഇൻ ഫേവർ ഓഫ് ചൈനീസ് തായ്പേ, നോട്ട് ഇന്ത്യ.
എന്നോട് പറയേണ്ടിയിരിക്കുന്നു. സിന്ധു കളിച്ചില്ല എന്ന് പറയുന്നില്ല, കളിച്ചു. പക്ഷെ ക്രൂഷ്യൽ മൊമെന്റ്സിലൊക്കെ സിന്ധുവിന് കൈവിട്ട പോലെ ആയിപ്പോയി. പിന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പോയിന്റ്സ്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ ഒരു ലെവലിൽ ഇത്രത്തോളം നെഗറ്റീവ് പോയിന്റ്സ് വരാൻ പാടില്ല. പിന്നെ ഒന്ന്, മിക്കവാറും സിന്ധുവിന്റെ റിട്ടേൺസ് ഒരു ഓപ്പണന്റിന്റെ റാക്കറ്റിലേക്ക്, സെന്ററിലേക്കാണ് പോയിരുന്നത്. ഇതൊക്കെ ഒരു പാളിച്ചയായി പോയി ഇന്നത്തെ മാച്ച്. എന്തു തന്നെയായാലും സിന്ധുവിൻ്റെ ഇന്നത്തെ പ്രകടനം സാറ് പറഞ്ഞതുപോലെ അല്പഭാഗ്യക്കേടും ഒപ്പം തന്നെ ഞാൻ കേട്ടു സിന്ധുവിന് കരോളിന മാരിൻ. പറയൂ സാർ. അതെ, കരോലിന സാർ, നമുക്കത് വലിയൊരു ക്ഷീണം പോലെ തോന്നിയത് ഈ കരോലിന മാരിൻ മത്സരത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവരുടെ ഒരു പ്ലാൻ അവർ പറഞ്ഞു. കാരണം ഫൈനലൊക്കെ കഴിഞ്ഞല്ലോ, ഗോൾഡ് അടിച്ചതിന് ശേഷം അവരുടെ മാച്ച് പ്ലാൻ അവർ പറഞ്ഞു. ആ മാച്ച് പ്ലാനിൽ സെക്കൻഡ് സെറ്റ് ഒന്ന് പിറകോട്ട് നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. സെക്കൻഡ് ഗെയിം അങ്ങനെയാണ് ആ സെക്കൻഡ് ഗെയിം സിന്ധു നേടുന്നത്. പിന്നെ തേർഡ് ഗെയിമിലേക്ക് വരുമ്പോൾ ഞാനൊക്കെ എന്റെ ഒരു ഹൃദയം പറയാനൊരു കാരണം, അന്ന് സാർ അവിടെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഈ നമ്മുടെ നാഷണൽ ഫ്ലാഗുമായിട്ടാണ് അന്ന് ആ റിയോയിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നു മീഡിയ. നമ്മള് എന്തായാലും സിന്ധു ജയിക്കും, നമ്മൾ ബോബിയോടൊക്കെ പറഞ്ഞു, പുള്ളിയിലും ബോബി ചന്ദ അവരുടെ കോച്ചിനോടൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒരു ഫ്ലാഗ് ഉണ്ട്, ഞങ്ങൾ ചാടി വീഴുമെന്നൊക്കെ വെറുതെ തമാശക്കാണെങ്കിലും പറഞ്ഞിരുന്നു. നമ്മുടെ റിലയൻസിന്റെ അവരുണ്ടായിരുന്നു അവിടെ, അവരവിടെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് നീതു അംബാനി, അവരെല്ലാം ഉണ്ടായിരുന്നു. സോ പക്ഷെ നമ്മൾ ഈ മൂന്നാം ഗെയിമില് കരോലിന മാരിൻ ഗംഭീരമായി തിരിച്ചു വരുന്നു, ജയിക്കുന്നു. അതേപോലെയാണ് സാർ എനിക്ക് ഇന്നും തോന്നിയത്. കാരണം സാർ പറഞ്ഞതുപോലത്തെ ടെക്നിക്കൽ മാച്ചില് ഇപ്പോൾ സാറ് പറഞ്ഞു ഒപ്പോണന്റ് ബ്രാക്കറ്റ് തന്നെ എന്ത് പറ്റുന്നറിയില്ല. അതെ എന്ത് പറ്റിയെന്നറിയില്ല അങ്ങനെ കളിക്കാനൊരു ഒരുവേള 10-18 വരുന്നു. സോ സെക്കൻഡ് ഗെയിമിലേക്ക് പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വളരെ മാനസികമായിട്ട് തന്നെ ഡൗൺ ആയി. കഴിഞ്ഞ വർഷത്തെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞാൽ, കരോളിന മാരിൻ വാസ് കമ്മിങ് ഫ്രം എ നോൺ ബാഡ്മിന്റൺ കൺട്രി, സ്പെയിൻ. ഇവിടെ ബാഡ്മിന്റൺ അത്ര അറിയപ്പെടുന്ന ഒരു ഗെയിമും അല്ല. അവിടെ നിന്നാണ് വന്ന് ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിയത് ആ കുട്ടി. എന്തായാലും നമ്മളെ ഭാഗ്യം കടാക്ഷിച്ചില്ല എന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അപ്പീനോള് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, പോയി കൈവിട്ടു പോയി. എന്തായാലും മുരളി സാർ യമഗുച്ചിക്കെതിരായ സെക്കൻഡ് ഗെയിമില് വളരെ പിറകോട്ട് പോയിട്ട് പിന്നെ സിന്ധുവാണ് 18-20 നിന്ന് 20 ഓളാക്കി 22-20 സിന്ധു ജയിച്ചതും നമ്മൾ മറക്കാൻ പാടില്ല. അതെ ഞാൻ പറഞ്ഞത് അതേ പെർഫോമൻസ് നടത്തിയ സിന്ധുവാണ്. എന്തായാലും മൂന്നാം സ്ഥാനം മത്സരത്തിലെങ്കിലും സിന്ധു ഈ വൈകല്യങ്ങളൊക്കെ മറന്ന് തനിക്ക് അല്പം കൂടി ഭാഗ്യവും കൂടി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെയധികം നന്ദി മുരളി സാർ. ഇത്രയും നന്നായി പറയൂ. ഇല്ല സാർ. അതായത് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇതേപോലെ ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അന്ന് സൈനായിരുന്നു. അതെ നമ്മൾ ആ തേർഡ് മാച്ചിന് പോയി, അതായത് നമ്മൾ ബ്രോൺസ് മെഡൽ മാച്ചിലേക്ക് നമ്മൾ അന്ന് പിന്നെ സൈന നെഹ്വാളിന് ഇഞ്ചുറി വന്നിട്ട് നമ്മൾ ആ പിന്നെ ബ്രോൺസ് മെഡൽ മാച്ചിന് നമ്മൾ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. സോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ശ്രീകുമാർ, ഒരു ബ്രോൺസ് എങ്കിലും വേണം. തീർച്ചയായിട്ടും അവിടെ നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, വളരെയധികം നന്ദി മുരളി സാർ. അപ്പൊ ബ്രോൺസ് മെഡലിന്റെ മത്സരത്തിൽ കാണാം. താങ്ക് യു. ബൈ. അപ്പോൾ കമാൽജി, നമ്മുടെ എന്തായാലും ഇനി നമ്മൾ ബാഡ്മിൻ്റണിലേക്ക് പോകുന്നില്ല. ബാഡ്മിൻ്റൺ നമ്മൾ ഇപ്പോൾ മുരളി സാറുമായിട്ട് വളരെയധികം നന്നായി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. നമുക്കിനി അത്ലറ്റിക്സിൽ നമ്മുടെ ഒരു പ്രതീക്ഷ കാത്തു സൂക്ഷിച്ച നമ്മുടെ കമൽപ്രീത് കൗറിനെ കുറിച്ച് അതാണ് അറിയേണ്ടത്. കമൽപ്രീത്, എനിക്ക് രാവിലെ കമൽപ്രീത്തിന്റെ ആ റെക്കോർഡ് പ്രകടനം കണ്ടപ്പോൾ 64 കണ്ടപ്പോൾ ശ്രീകുമാർജി ഓർമ്മ വന്നത് ഡൽഹി 2010 കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അതെ, കോമൺവെൽത്ത് ഗെയിംസിൽ താങ്കൾക്ക് ഓർമ്മയുണ്ട്, സീമ പുനിയ ഉൾപ്പെടെ നമുക്ക് വനിതകളുടെ ഡിസ്കസിൽ 3 ഗോൾഡ്, സിൽവർ. എനിക്ക് തോന്നുന്നു പിന്നെ കുറെ കാലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ ഈവന്റ് കോമൺവെൽത്ത് ഗെയിംസ് പോലെ 60ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ഈവന്റിൽ ഒരു ഇനത്തിൽ 3 മെഡലും ഇന്ത്യ കരസ്ഥമാക്കുന്ന ഒരു കാഴ്ച. അപ്പൊ നമ്മളത് ഈ 2010 കോമൺവെൽത്ത് ഗെയിംസ് ശ്രീകുമാർ ജിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ധാരാളം വിവാദങ്ങളുടെ പേരിലായിരുന്നു ഓർഗനൈസ്.
കുറെ പുലിവാത്സവത്തിലുണ്ടായിരുന്നു. അതിന്റെ പേരിലായിരുന്നു വളരെ ഇന്ത്യയുടെ ഇമേജ് വളരെ ബാഡായി ചിത്രീകരിച്ച ഒരു ഗെയിംസ് ആയിരുന്നു. പക്ഷേ ഇത് കണ്ടത് ഡൽഹിയിൽ നെഹ്റു സ്റ്റേഡിയത്തില് ഈ 3 പേര് അടിക്കുന്ന ഒരു കാഴ്ച എനിക്ക് പെട്ടെന്ന് ഇന്ന് രാവിലെ കമൽപ്രീത്തിന്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ സീമാപുനി എന്തായാലും നിരാശപ്പെടുത്തി പുറത്തായി. കമൽപ്രീത് 64ലേക്ക് വന്നു. എന്തായാലും ഫൈനൽ എന്ന് പറയുന്നത് നമ്മൾ 2 ദിവസങ്ങളായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു അത്ലറ്റിക് ഈവന്റില് ഒരു ഇന്ത്യൻ പ്ലെയർ ഫൈനൽ എത്തുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗോൾഡിന് തുല്യമാണ്. സോ കമൽപ്രീത് എന്തായാലും ലക്ഷ്യം നേടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ആ ഫൈനൽ പോരാട്ടത്തിൽ എന്തെങ്കിലും ഭാഗ്യം, നേരത്തെ നമ്മളൊക്കെ സംസാരിച്ചതുപോലെ ഒരു ഭാഗ്യം കൂടി കടാക്ഷിച്ചാൽ ഒരു മെഡൽ വന്നാൽ ഇറ്റ്സ് റിയലി ബ്രില്യന്റ്. മറ്റൊരു നിരാശ കൂടി ഈ സമയത്ത് ഞാൻ കമാൽജിയോട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ശ്രീശങ്കർ പുറത്തായിരിക്കുന്നു. 13ാം സ്ഥാനം മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു അതെ. കാരണം അത് നമ്മൾ മലയാളി ആയതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല എന്നുള്ളൂ. പക്ഷെ മൊത്തം നോക്കുമ്പോൾ ശ്രീശങ്കർ, അതായത് അദ്ദേഹത്തിന്റെ ഒരു ടോക്കിയോ പങ്കാളിത്തം പോലും ഒരു വേള സംശയത്തിലേക്ക് പോയിരുന്നു. കാരണം അതിൽ ക്വാളിഫൈ ചെയ്തതിന് ശേഷം നടത്തിയ പ്രാക്ടീസ് സെഷനിലൊക്കെ അത് വളരെ പിറകോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മളൊരു വാർത്ത താങ്കൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു. അതിനുശേഷം അവസാനം കടന്നു. പക്ഷേ ടോക്കിയോയിൽ എത്തിയതിനു ശേഷവും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായിരുന്നു എന്നാണ് ഇന്ത്യൻ ക്യാമ്പിലെ പലരും നമ്മളോട് പരിചയമുള്ളവരൊക്കെ പറഞ്ഞത്. എങ്കിൽ പോലും എത്തിയ ഒരു യൂത്ത് ആണല്ലോ, ഒരു യങ് പ്ലെയർ ആണ്, എന്തായാലും ഭാവിയുള്ള ഒരാളാണ്. അങ്ങനെയാണ് ആ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇന്നത്തെ നമുക്കത് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതിലപ്പുറത്തേക്ക് പോവില്ലായിരുന്നു. നമ്മൾ ഇന്നലെയും സംസാരിച്ചല്ലോ, ശ്രീശങ്കർ ഫൈനൽ ബർത്ത് ധാരാളമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഏറ്റവും മോശമായി പോയി. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു പ്രോസ്പെക്റ്റിൽ നമ്മൾ പറയുമ്പോൾ ഫൈനൽ ബർത്ത് നമുക്കൊരു മെഡലായിരുന്നു, പക്ഷെ അതും കിട്ടിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ജാബിറും ഇതേപോലെ തന്നെ 3 മലയാളികളായി. 3 മലയാളികൾ ഓൾറെഡി നമ്മൾ ട്രാക്കിൽ കണ്ടു. അലക്സിനെ കണ്ടു, ജാബിറിനെ കണ്ടു, ഇന്നിവിടെ ശ്രീശങ്കറിനെ കണ്ടു. നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മളൊരു മലയാളി പ്രോസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ വലിയ ആഘാതമാണ്. ഇനി ഒരു മലയാളി പ്രാതിനിധ്യമുള്ള ഹോക്കിയുണ്ട്. ശ്രീജേഷ് കാവൽക്കാരനായി നിൽക്കുന്ന ഹോക്കിയുണ്ട്. നാളെ ഇന്ത്യ ബ്രിട്ടനുമായി ഏറ്റുമുട്ടുന്നു. എങ്ങനെ കാണുന്നു ആ മത്സരം? ഇതില് ബ്രിട്ടീഷുകാർ, ഞാനൊരു ചരിത്രം പറയട്ടെ, സമയമുണ്ടോ? 1948 അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം പങ്കെടുത്ത ആദ്യ ലണ്ടനില് ആ ലണ്ടൻ എനിക്ക് ഓർമ്മ വരുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. അക്ഷയ് കുമാർ നായകനായിട്ട് ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. ആ 48 വലിയ ഇന്ത്യൻ ടീം വലിയ പ്രശ്നങ്ങളായിരുന്നു. കാരണം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയുടെ കൊടിക്കീഴിൽ കളിക്കുന്ന ഒരു മത്സരമായിരുന്നു. ആദ്യം നമ്മൾ പ്രഖ്യാപിച്ച ടീമിൽ പാകിസ്ഥാൻ താരങ്ങൾ, ഇംതിയാസ് ഖാൻ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ താരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പാകിസ്ഥാൻ വന്നിട്ട് ഇംതിയാസ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മൾ 2 പോയി. നമ്മൾ ഗെയിംസിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിലാണ് നമ്മൾ ലണ്ടനിലേക്ക് പോകുന്നത് 48. എന്നിട്ട് നമ്മൾ കളിച്ച കളിയാണ്, അതായത് വിവരണത്തിന് കേൾക്കുമ്പോൾ ഉണ്ടാവും. അവസാനം നമ്മൾ ഫൈനലിലേക്ക് വരുന്നു. ഫൈനലിലേക്ക് വരും അതേ ബ്രിട്ടനാണ്. ഇതേ ബ്രിട്ടനാണ് അന്ന് ഫൈനൽ ഇന്ത്യക്കെതിരെ കളിച്ചത്. അപ്പൊ നമ്മളൊരു ചിന്ത വന്നത്, ബ്രിട്ടീഷുകാർ നമ്മളോട് പറഞ്ഞു, അതായത് ഈ ഇന്ത്യക്കാർ അത്രയും 48 മുമ്പ് വരെ ബ്രിട്ടീഷുകാരാണ് നമ്മൾ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പരസ്പരം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യക്കാരെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്, നമ്മൾ ഈ ശാരീരികമായിട്ട് അവരെ വീഴ്ത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗെയിം തുടങ്ങുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുമ്പോൾ ഈ എന്താ പറയുക ബോഡി ഗെയിമാണ് ബ്രിട്ടീഷുകാർ കളിച്ച് ഇന്ത്യ 2 ഗോളിന് പിറകിൽ പോവുകയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അത് ഇംതിയാസ് ഖാൻ ഒക്കെ, പാകിസ്ഥാന്റെ ഇംതിയാസ് ഖാൻ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ കമോൺ ഇന്ത്യ എന്ന് മുദ്രാവാക്യം മുഴക്കുന്ന അതിരസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട് അതിൽ. സോ അങ്ങനെ ഇന്ത്യ 3 ഗോൾ അടിച്ച് തിരിച്ചു വരുന്ന ഒരു കാഴ്ച, അങ്ങനെ ഇന്ത്യ ഗോൾ അടിക്കുന്നുണ്ട് 48. സോ എന്റെ ഓർമ്മയിലേക്ക് ബ്രിട്ടൻ ഇന്ത്യ ഇവിടുത്തെ സെമിയിൽ വരുമ്പോൾ സോ അതേപോലെ ഒരു ആവേശം വരുന്നുണ്ട്. എന്തായാലും ബ്രിട്ടീഷുകാർ നമ്മൾ പഴയതുപോലെയല്ല, വളരെ നന്നായിട്ട് ഹോക്കി പഠിച്ചിട്ടുണ്ട് അവര്. നമ്മളത് കണ്ടതാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ. നല്ല ടീമാണ് അവരുടേത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ കളിച്ചപ്പോൾ മാത്രം നമ്മുടെ കോൺഫിഡൻസ് പോയതും നമ്മൾ ആകെ ബേജാറായി പോയൊരു ഗെയിമായിരുന്നു. 7 ഗോളൊക്കെ വാങ്ങിയിട്ട് അതിനുശേഷം നമ്മൾ സ്പെയിനിനെ തോൽപ്പിക്കുന്നു, നമ്മളെല്ലാവരും തോൽപ്പിച്ചു, വളരെ ശക്തരാണ്. അർജന്റീനയെ തോൽപ്പിക്കുന്നു, കഴിഞ്ഞ ദിവസം ജപ്പാനെ തോൽപ്പിച്ചു. സോ നല്ല കോൺഫിഡൻസ് ആണ് ശ്രീകുമാർജി. നമ്മുടെ ശ്രീജേഷ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഫോൺ ചെയ്തപ്പോൾ വാട്സപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കമാൽജി ഓസ്ട്രേലിയക്കെതിരെ മത്സരം ചോദിക്കരുത്, ബാക്കി എന്ത് നമുക്ക് പറയാം എന്നായിട്ട് അദ്ദേഹം പറഞ്ഞു. എന്തായാലും അതിനുശേഷം വളരെ ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ജയിക്കണം ശ്രീകുമാർജി, അതാണ് എന്റെ ഒരു ആഗ്രഹം. എന്തായാലും നാളെയാണ് ആ മാച്ച്. എന്തായാലും നാളെ ജയിക്കട്ടെ. നാളെ ജയിച്ചതിന് ശേഷം കമാൽജിയുമായിട്ട് നമ്മൾ സംസാരിക്കും. ഇന്ന് വന്ന് നമുക്ക് വളരെ കൃത്യമായ വിവരങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടൻ ഇന്ത്യയുടെ മത്സരത്തിൻ്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി കമാൽജി. താങ്ക് യു സോ മച്ച്. ഒളിമ്പിക് വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഈ ഒളിമ്പിക് അവലോകനം നാളെ വീണ്ടും തുടരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.